വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ബ്രൈറ്റ് ടു സക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാളത്തെ അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ 100 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇനി വരുന്ന +1കാർക്കും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. 100 1 മാർക്ക് ക്വസ്റ്റ്യൻസ് +1 അക്കൗണ്ടൻസിൽ ചോദിക്കാൻ പറ്റുന്ന 100 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എ പേഴ്സൺ ഹൂ ഓസ് മണി ടു ദ ബിസിനസ് ഈസ് ഡെപ്റ്റർ. ഓക്കെ, ഡെപ്റ്റർ. ദെൻ എമൗണ്ട് സ്പെൻഡ് ഫോർ പർച്ചേസിങ് ഫിക്സഡ് അസെറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ ആണല്ലോ. Then any written evidence in support of a business transaction is called voucher. അപ്പോൾ വൗച്ചർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് എഴുതാട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ്, വാല്യൂ ഓഫ് ഗുഡ് റിമൈനിങ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ് ഈസ് ടേംഡ് ആസ്. ഓക്കെ, ഒരു അക്കൗണ്ടിങ് പീരീഡിലെ ലാസ്റ്റ് എന്ത് ചെയ്യുവാണ്, ഗുഡ്സ് സോൾഡ് ചെയ്യാത്ത ഗുഡ്സിനെ പറയുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ ആണല്ലോ. ദെൻ Anup, a sole trader, draws 500 from the business for paying tuition fees to his child. His amount is termed as drawings. Okay, സ്വന്തം ബിസിനസ്സിൽ നിന്നും 500 രൂപ എടുക്കുവാണ്. ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് 500 രൂപ എടുക്കുവാണ്. എന്തിനു വേണ്ടിയിട്ട്? മകൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കാനായിട്ട്. അപ്പോൾ അത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് ഈ അനൂപ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഡ്രോയിങ്സ് ആണ്. ഓക്കെ, then next വരുന്നതാണ്, dash assets are those assets which do not have physical form. ഫിസിക്കൽ ഫോം അല്ലെങ്കിൽ നമുക്ക് തൊടാനോ കാണാനോ പറ്റാത്ത അസറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then next വരുന്നതാണ്, the liability that payable in more than 1 year. ഓക്കെ, ഒരു ഇയറിൽ കൂടുതലുള്ള ലയബിലിറ്റി പറയുന്ന പേരാണ് ഫിക്സഡ് ലയബിലിറ്റി. ദെൻ നെക്സ്റ്റ് വരുന്നതാണ്, ദ എമൗണ്ട് ഏൺഡ് ബൈ എ ബിസിനസ് കൺസേൺ ത്രൂ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ടു കസ്റ്റമർ ഈസ് കോൾഡ് റവന്യൂ. റവന്യൂ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇത് എഴുതാം കേട്ടോ. Then next, a person who entitled to get money from business is termed as. Okay, ഒരു ബിസിനസ്സിൽ നിന്നും മണി കിട്ടേണ്ടവർ എന്തെന്ന് പറയും? Creditors. Then dash transaction is one wherein payment or receipt of money is postponed to future date. Okay, മണിയുടെ പേയ്മെന്റ്, ഇപ്പം ഞാൻ ഒരു സാധനം വാങ്ങിച്ചിട്ട് മണിയുടെ പേയ്മെന്റ് വേറൊരു ഡേറ്റിലേക്ക് ആക്കി അതിനെ പറയുന്നതാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ്, പ്രോപ്പർട്ടീസ് യൂസ്ഡ് ഇൻ ദ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി നമ്മൾ എന്തെന്ന് പറയും? അസെറ്റ്. ഓക്കെ, ബിസിനസിന്റെ പ്രോപ്പർട്ടീസ് ആണ് അസെറ്റ്. ദെൻ ക്ലെയിം ഓഫ് ക്രെഡിറ്റേഴ്സ് ടു ദ പ്രോപ്പർട്ടി ഓഫ് ദ ബിസിനസ് ലയബിലിറ്റി. Then discount allowed to the customer is dash to the business. ഓക്കെ, നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഒരു ബിസിനസ്സിന് എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ലയബിലിറ്റി, ഒരു ബാധ്യത ആണല്ലേ. then dash is the owner's right to claim to a business. ക്യാപിറ്റൽ ആണല്ലേ, ക്യാപിറ്റൽ. then next വരുന്നതാണ്, dash asset bought for long term use in business are termed as. ഒരു ബിസിനസ്സിന്റെ ലോങ് ടേം യൂസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അസറ്റ്സിനെ പറയുന്നതാണ് ഫിക്സഡ് അസെറ്റ്. ദെൻ അസെറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഇയർ ഈസ് കാൾഡ്. ഒരു ഇയറിനുള്ളിൽ തന്നെ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെയാണ് നമ്മൾ കറണ്ട് അസെറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ്, ഓൾ ക്ലെയിംസ് അഗെയിൻസ്റ്റ് ബിസിനസ് ഈസ് കാൾഡ്. എല്ലാ ബിസിനസ്സിനെതിരെയുള്ള ക്ലെയിംസിനെ പറയുന്നതാണ് ഇക്വിറ്റി. ദെൻ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് യൂസ്ഡ് ഇൻ പ്രിപ്പയറിംഗ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ആർ കാൾഡ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി ക്ലാസ്സിൽ പഠിച്ചതാണ് GAAP എന്താണെന്ന്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ദെൻ ദ പോളിസി ഓഫ് ആൻറ്റിസിപ്പേറ്റിംഗ് നോ പ്രോഫിറ്റ് ആൻഡ് പ്രൊവൈഡ് ഓൾ പോസിബിൾ ലോസസ് റൈസസ് ഡ്യൂ ടു കൺവേർഷൻ ഓഫ് കൺസർവേറ്റിസം. ഇതൊരു അസംഷൻ ആണല്ലേ, നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ പഠിക്കേണ്ട ഒരു അസംഷൻ ആണ്. എ ബിസിനസ് യൂണിറ്റ് ഈസ് അസ്യൂംഡ് ടു ഹാവ് indefinite life comes under going concern concept. Okay, നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും ഈ അസംഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ കുറച്ച് അസംഷൻസ് പഠിക്കാനായിട്ടുണ്ട്. സെക്കൻഡ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് അസംഷൻസ് പഠിക്കാനായിട്ടുണ്ട്. ആ അസംഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കാരണം നമുക്ക് എക്സ്പ്ലനേഷനിൽ ഇങ്ങനെ അസംഷൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എങ്കിലും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അസംഷൻസിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ്, ദ ഡാഷ് പ്രിൻസിപ്പിൾ റിക്വയർസ് ദാറ്റ് സെയിം അക്കൗണ്ടിങ് മെത്തേഡ് ഷുഡ് ബി യൂസ്ഡ് ഫ്രം വൺ അക്കൗണ്ടിങ് പീരീഡ് ടു ദ നെക്സ്റ്റ്. കൺസിസ്റ്റൻസി.
Then the concept required that the accounting transaction should be free from the bias of accountant and the others. Okay, നിങ്ങൾ ഇത് അസംഷൻ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് അത് പഠിക്കണം. നിങ്ങൾക്ക് സമയമില്ല, ഇതൊക്കെ വേഗം ഓടിപ്പോയി പഠിക്കാം കേട്ടോ. ദെൻ നമുക്കറിയാം everything a firm owes, it also owes out of to somebody. This incident is explained by dash concept. എന്ത് കോൺസെപ്റ്റ് ആണ്? ഡുവൽ കോൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് according which accounting principle quality of manpower is not recorded in the books of account. ഏതാണ്? മണി മെഷർമെന്റ്. ഓക്കെ, മണി മെഷർമെന്റ് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റിൽ എന്താണ് പറയുന്നത്? മണി ട്രാൻസാക്ഷൻസ് മാത്രമായിരിക്കണം അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് according to which accounting principle personal expenses of proprietor are recorded in drawings account. എന്താണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഫസ്റ്റ് വരുന്ന കോൺസെപ്റ്റ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഴ്സൺ, അപ്പോൾ ബിസിനസ് മാനും ബിസിനസ്സും സെപ്പറേറ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് which principle state that information about two different enterprises have been prepared and presented in similar manner. ഏതാണ്? കൺസിസ്റ്റൻസി. ദെൻ IASB എന്താണ്? ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ബോർഡ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഇത് ചോദിക്കാം, ഫുൾ ഫോം എഴുതാൻ ചോദിക്കാറുണ്ട്. ദ സോഴ്സ് ഡോക്യുമെന്റ് provide information about nature of dash involved in it. ട്രാൻസാക്ഷൻ ആണ്. Then next ആണ് journal is the books of dash. എന്താണ്? ഒറിജിനൽ എൻട്രി. journal is the book of original entry. Then assets are sold on credit are recorded in. Okay, assets നമ്മൾ ക്രെഡിറ്റിന് കടത്തിന് കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താണ്? journal proper. Then trade discount is allowed by dash man. trade discount ആരാണ് അലോ ചെയ്യുന്നത്? മാനുഫാക്ചറർ ആണ് അലോ ചെയ്യുന്നത്. ഓക്കെ, then the process of transferring entries from journal to ledger is called. ഓക്കെ, ജേർണലിൽ നിന്നും ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസാക്ഷൻസ് മാറ്റി എഴുതുന്നതിനെ പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. ഓക്കെ, then the cash discount is allowed by cash discount ആരാണ് അലോ ചെയ്യുന്നത്? ക്രെഡിറ്റർ ആണ് അലോ ചെയ്യുന്നത്. the trade discount ആരാണ് അലോ ചെയ്യുന്നത്? മാനുഫാക്ചറർ ആണ് അലോ ചെയ്യുന്നത്. ഓക്കെ, then asset account will usually shows a dash balance. asset account നമുക്ക് എപ്പോഴും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ് ഷോ ചെയ്യുന്നത്. ഓക്കെ, then നെക്സ്റ്റ് വരുന്നതാണ് a account that are closed and transferring to P&L account. എന്താണ്? revenue and expense account. Then next, interest on capital is dash of the business. interest on capital എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് എന്താണ്? എക്സ്പെൻസ് ആണ്. ഇതൊക്കെ നമുക്ക് കൂടുതൽ നമുക്ക് +2 ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇപ്പോൾ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു +2. Then a purchase of machine for cash should be debited to machine account. അല്ലേ, നമ്മൾ മെഷീൻ അക്കൗണ്ടിലോട്ട്. ഓക്കെ, then cash withdrawable by the proprietor should be credited in എന്ത് അക്കൗണ്ടിലാണ്? ക്യാഷ് അക്കൗണ്ട്. Then the account that records expense, gain and losses are അക്കൗണ്ട്. എക്സ്പെൻസും ഗെയിനും ലോസസും അക്കൗണ്ട് എന്താണ് റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട് എന്താണ്? നോമിനൽ അക്കൗണ്ട്. ദെൻ എക്സ്പെൻസ് ഓഫ് അസറ്റ് ഓവർ ലയബിലിറ്റീസ് എന്താണ്? അസറ്റിന് കൂടുതൽ എന്താ പറയുക നമുക്ക് എക്സ്പെൻസ് അസറ്റ് ഓവർ ലയബിലിറ്റി, അതാണ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ദ പർച്ചേസ് ഡേ ബുക്ക് കണ്ടെയ്ൻസ് ക്രെഡിറ്റ് പർച്ചേസ്. ഇത് ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോവായിരുന്നു. നമുക്കിനി സമയമില്ല അല്ലേ, നമുക്ക് കുറച്ച് മണിക്കൂറാണുള്ളത് എക്സാമിനായിട്ട്. അതുപോലെ തന്നെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോലെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറഞ്ഞ് നിന്നാലൊക്കെ അപ്പം പെട്ടെന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ബാക്കി നിങ്ങൾക്ക് പഠിച്ചവർക്ക് ഏകദേശം അറിയാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്യാഷ് ഈസ് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. ഓക്കെ, എന്താണ്? ഗുഡ്സ് ക്യാഷിന് വേണ്ടി പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അത് ഏത് ബുക്കിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്? ക്യാഷ് ബുക്കിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ പെറ്റി കാഷ്യർ ജനറലി വർക്ക്സ് ഓൺ ഇംപ്രസ്. ഒരു പെറ്റി കാഷ്യർ എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഇംപ്രസ്ഡ് സിസ്റ്റത്തിനുള്ളിലാണ് വർക്ക് ചെയ്യുന്നത്. Then when a transaction is recorded on the both sides of the cash book but in different columns, such entry is called എന്താണ്? കോൺട്രാ എൻട്രി. ട്രാൻസാക്ഷൻ ഒരു അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എന്താണ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് പറയുന്ന പേരാണ് എന്താണ്? കോൺട്രാ എൻട്രി. ഓക്കെ, കോൺട്രാ എൻട്രി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് 8 മാർക്കിന് വരുന്ന ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പഠിക്കാം കേട്ടോ. ദ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ പർച്ചേസ് റിട്ടേൺസ് ഈസ് ഓക്കെ, പർച്ചേസ് റിട്ടേൺ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സോഴ്സ് നോട്ട് ബുക്ക് ഡെബിറ്റ് നോട്ടാണ്. ദെൻ ക്യാഷ് ബുക്ക് ഈസ് ഡാഷ് ജേർണൽ. എന്താണ്? സബ്സിഡറി ജേർണൽ. ദെൻ ക്രെഡിറ്റ് ബാലൻസ് ഷോൺ ബൈ എ ബാങ്ക് കോളം ഇൻ ക്യാഷ് ബുക്ക് ഈസ് എന്താണ്? ഓവർ ഡ്രാഫ്റ്റ്. ദ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ പർച്ചേസ് എന്താണ്? ഇൻവോയ്സ് ആണ്. ഓക്കെ, ദെൻ
the sale of machinery is credited to sales account is an error of principle. ഓക്കെ, ഇറേഴ്സ് പഠിക്കണം. ഞാൻ ഓൾറെഡി എന്താണ് നിങ്ങൾ നോക്കാട്ടെ, പ്ലസ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഞാൻ എല്ലാ വീഡിയോസും നോക്കാം. ഞാൻ അതിൽ ഇറേഴ്സിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ള വീഡിയോ ഉണ്ട്, അതുകൊണ്ട് അതും കൂടിയിട്ട് പഠിക്കാം. ദെൻ ട്രയൽ ബാലൻസ് എന്താണ്? ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഒരു അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രൂ ഓർ ഫാൾസ് ചോദിക്കാറുണ്ട്. എന്താണ് ട്രയൽ ബാലൻസും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Then trial balance is prepared to check the dash of the ledger account. ledger accountന്റെ arithmetical accuracy ചെക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. If purchase of furniture is recorded in the purchase book, it is an error of principle. ഇറേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. എന്നാലും ഞാൻ ഇപ്പം പറയുമ്പോൾ പോലും നിങ്ങൾക്ക് ഇറേഴ്സ് എന്താണ്, ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, ഇറേഴ്സ് ഓഫ് ഒമിഷൻ, ഇറേഴ്സ് ഓഫ് കമ്മീഷൻ ഒക്കെ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, then if the transaction is not recorded in the book, it is an error of omission. Okay, ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയാൽ അതെന്താണ്? ഒമിറ്റ് ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒമിഷൻ. അപ്പോൾ ഏതൊരു errors of omission. Then an account in which the difference of trial balance is temporarily put in suspense account. Okay, then the statement containing various ledger accounts balances a specified date is called trial balance. Okay, suspense account prepare ചെയ്യുന്നത് ട്രയൽ ബാലൻസിൽ എന്തെങ്കിലും ഇറർ സംഭവിക്കുമ്പോഴാണ്. ഈ ട്രയൽ ബാലൻസിൽ ഇറർ സംഭവിക്കുമ്പോൾ നമ്മളിവിടെ എറർ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ഇറർ എന്താണ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഡാഷ് ഇസ് എ ടെമ്പററി അക്കൗണ്ട് ക്രെഡിറ്റഡ് വെൻ ട്രയൽ ബാലൻസ് ഈസ് നോട്ട് ടാലിഡ്. ട്രയൽ ബാലൻസ് ടാലി ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ആ ഒരു ഇററൊക്കെ മാച്ച് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് സസ്പെൻസ് അക്കൗണ്ട്. ഇവിടെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ദെൻ നെക്സ്റ്റ്, ആൻ ഇറർ ഈസ് counter balanced by another error is known as compensating errors. Okay, ഒരു ഇറർ ഉണ്ടായത് മറ്റൊരു ഇററും കൂടെ ഉണ്ടായപ്പോൾ പരസ്പരം അറിഞ്ഞില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ക്രെഡിറ്റ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബാലൻസും ഡെബിറ്റ് ബാലൻസും സെയിം ആവണമെന്നാണല്ലോ. അപ്പോൾ നമ്മൾ ക്രെഡിറ്റിൽ ഒരു 15,000 രൂപ എഴുതാൻ വിട്ടുപോയി. ഓക്കെ, നമ്മൾ ഡെബിറ്റിലും അങ്ങനെ 10,000 രൂപ എഴുതാൻ വിട്ടുപോയെങ്കിൽ നമുക്കത് പ്രശ്നമില്ലല്ലേ, നമുക്ക് കാരണം ട്രയൽ ബാലൻസ് ടാലി ആവും. പിന്നെ അപ്പോൾ അങ്ങനത്തെ ഇറേഴ്സിനെ പറയുന്ന പേരാണ് കോമ്പൻസേറ്റിംഗ് ഇറേഴ്സ്. ഓക്കെ, then next, errors which affect one side of the account is called one side errors. Okay, ഒരു അക്കൗണ്ട് ഒരു സൈഡിൽ മാത്രം അഫക്ട് ചെയ്യുന്ന errors ആണ് one side errors. Then failure of differentiate between capital and revenue expenditure, so this error is called errors of principle. errorsനെ പറ്റിയിട്ട് പഠിക്കാൻ വീണ്ടും പറയുവാണ്. ഞാൻ കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാം കേട്ടോ. ഈ ട്രാൻസാക്ഷൻ ഈസ് ടോട്ടലി ഒമിറ്റഡ് ഫ്രം ദ ബുക്ക്, ഇറ്റ് ഈസ് കാൾഡ് ഇറേഴ്സ് ഓഫ് ഒമിഷൻ. ഓക്കെ, ദെൻ ഡാഷ് ഈസ് ദ കോമൺ ബേസ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. എന്ത് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ലെഡ്ജർ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സസ്പെൻസ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് വെൻ ഡാഷ് ഈസ് നോട്ട് ടാലിഡ്. ഓക്കെ, സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ ട്രയൽ ബാലൻസ് ടാലി ആവാതിരിക്കുമ്പോഴാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ദെൻ അണ്ടർ ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഇൻ. ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബുക്ക് വാല്യൂ അനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ഈസ് ഡാഷ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. Then under straight line method, depreciation is calculated by original cost. Then installation charge of machinery is debited into dash account, machinery account. The reserve can be classified into dash reserve and revenue reserve. Capital reserve നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, റവന്യൂ റിസർവ് എന്നും ക്യാപിറ്റൽ റിസർവ് എന്നും. ഓക്കെ, ദെൻ അണ്ടർ ഡാഷ് മെത്തേഡ് ഡിപ്രീസിയേഷൻ കോസ് ഓൺ ഡിക്രീസിങ് ഫ്രം ഇയർ ടു ഇയർ. എന്താണ് ഏത് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോഴാണ് ഓരോ ഇയറിലും നമുക്ക് ഡിപ്രീസിയേഷൻ കുറഞ്ഞു വരുന്നത്? ഏതാണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ദെൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് കോൾഡ് അപ്രീസിയേഷൻ. ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനെ പറയുന്ന പേര് അപ്രീസിയേഷനും ഡിക്രീസ് ചെയ്യുന്നതിനെ പറയുന്ന പേര് ഡിപ്രീസിയേഷനും ആണ്. Okay, then revenue is a dash of profit, appropriation of profit ആണ്. Then next വരുന്നതാണ് depreciation arises due to dash. depreciation എന്ത് കാരണം ഉണ്ടാവുന്നത്? wear and tear. Then decrease in the value of intangible asset is termed as എന്താണ്? amortization. Then under diminishing value method depreciation is calculated on എന്താണ്? diminishing value മെത്തേഡിൽ depreciation എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? return value മെത്തേഡിലാണ്. ഓക്കെ, then capital reserve is created out of dash capital profit. Then dash reserve is available for distribution of dividend. revenue reserve ആണ് dividend distribution ആയിട്ട് അവൈലബിൾ ആണ്. then depreciation is a dash expense. dash is a dash on expense. എന്താണ്? depreciation is a on cash expense ആണ്. depreciation എന്ന് പറഞ്ഞാൽ on cash expense ആണ്. then depreciation of a fixed asset is an example of revenue expenditure. the amount of depreciation charged on machinery will be debited to depreciation account.
ഓക്കെ. ദെൻ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ മനസ്സിലാകാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ദ പ്രോസസ് ഓഫ് ക്വസ്റ്റ്യൻ നമ്പറും കൂടിയിട്ട് അയക്കാം. ഓക്കെ. ദെൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് ഔട്ട് ഓഫ് ഡേറ്റ് ഓഫ് obsolete is termed as obsolescence. Okay. Then in the provision method of depreciation, the asset always appears in cost price. Asset എപ്പോഴാണ് എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്, കോസ്റ്റ് പ്രൈസിലാണ്. Then reduction in the book value of an asset over a period of time is called a depreciation. Then statement that explain the cause of difference between cash book and passbook എന്താണ് നമുക്കറിയാമല്ലേ, ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. Then bank reconciliation statement explanation പഠിക്കാം കേട്ടോ. Then bank reconciliation statement is prepared by customer's accountant. കസ്റ്റമർ ആണല്ലേ ബാങ്ക് reconciliation statement പ്രിപ്പയർ ചെയ്യുന്നത്. Then bank statement is also called പാസ്ബുക്ക്. ബാങ്കിൻ്റെ കയ്യിലുള്ള പാസ്ബുക്ക് നമ്മുടെ കയ്യിലുള്ള എന്താണ്, ക്യാഷ് ബുക്കുമാണ്. Then the balance on the debit side of the bank column of cash book indicates cash at bank. Then when bank statement shows a debit balance, it means unfavorable balance as per cash book. A cash deposit made by business appears on the bank statement dash balance എന്താണ്, credit balance. Then bank reconciliation statement is the comparison of bank statement with the എന്താണ്, cash book. Then unpresented checks also referred as outstanding checks. Then dash checks that are presented to bank but not yet credited by the bank is called uncredited check. Okay. Then checks issued but not encased by bank is recorded on which side of the bank column of cash book? A side lana, credit side la. Okay. Then ബാലൻസ് ഷീറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഇൻകം റിസീവബിൾ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് ദി ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്. ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഒരു അസറ്റ് ആണ്. ഇതൊക്കെ പഠിക്കുക കേട്ടോ. നമുക്ക് ഇതിപ്പം പഠിച്ചാലും നമുക്ക് +2 യൂസ്ഫുൾ ആണ്. ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം പഠിക്കുക. ദെൻ ഗുഡ് വിൽ ഈസ് ആൻഡ് ഡാഷ് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. ഗുഡ് വില്ല്, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ് ഒക്കെ എന്താണ്, ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഓക്കെ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടാതിരിക്കാനാണ് ഞാൻ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ദെൻ ഡിഗ്രി അമോർട്ടൈസേഷൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പഠിക്കണം. പിന്നെ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലനേഷൻ പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി പഠിക്കാനായിട്ടുണ്ട്. പിന്നെ ഓൾറെഡി എന്താണ് തിയറി പാർട്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. ചാനൽ ചെക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് അതും കൂടിയിട്ട് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ ഈ ഇതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ഏത് വീഡിയോ ആണെന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ബെസ്റ്റ് വിഷസ് ഫോർ ദ എക്സാമിന് മുമ്പ് ഞാൻ ഒരു വീഡിയോയും കൂടി ഇടാൻ ട്രൈ ചെയ്യാം. ഓക്കെ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു.